ഞാനിങ്ങനെ MGM സ്കൂളിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ്സൊക്കെ മേടിച്ച് വലിയ വീരനായിട്ട് മർത്തമ്മ കോളേജിലേക്ക് ചേരാൻ പോവുകയാണ്. കുറ്റപ്പുഴ മർത്തമ്മ കോളേജ്. അപ്പോൾ ഈ കോളേജിലേക്ക് ഞാൻ പോകുന്ന അനുസരിച്ച് തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ പുരോഗതിയും പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇടതുപക്ഷം കമ്മ്യൂണിസം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും വളരെയധികം വെറുപ്പ് തോന്നിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അതിന് മുമ്പുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും തിരുവല്ലയിലൊക്കെ ഇടതുപക്ഷ വിരുദ്ധരായിരുന്നു. NSS അങ്ങനെയുള്ള പല സംഘടനകളും സജീവമായ സമയത്ത് ഒരുപാട് പേര് കമ്മ്യൂണിസ്റ്റുകാരായെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും അത്ര വലിയ നിൽക്കക്കളിയില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അത്. അങ്ങനെ പല രീതിയിലും ഇടതുപക്ഷ പ്രസ്ഥാനം പുതിയൊരു കേരളം സൃഷ്ടിക്കാൻ പാടുപെടുന്നതിനിടയ്ക്കാണ് ഈ MGM കോളേജിൻ്റെ പ്രവേശനം, MGM സ്കൂളിലെ പ്രവേശനം, അവിടെ നിന്ന് മർത്തമ്മ കോളേജിലെ പ്രവേശനം. ഈ സമയത്ത് വിമോചന സമരം നടക്കുന്നു. സമരത്തിൽ ഗംഭീരമായ രീതിയിൽ EMSനെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. EMSൻ്റെ മന്ത്രിസഭയെ പിരിച്ചുവിടുന്നു. രാഷ്ട്രീയമായിട്ട് ഒരുപാട് ചേഞ്ചസ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വിദ്യാഭ്യാസം അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ മറ്റ് ബ്രദേഴ്സ് ആണെങ്കിൽ MD രത്നമ്മ ഒരു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റ് ബ്രദേഴ്സും പഠിക്കുന്നു. അപ്പോൾ ഇവരൊക്കെ പഠിക്കുന്നു. അജയ് ഘോഷ് പഠിക്കുന്നു. ഇവരൊക്കെ പഠിക്കുന്ന സമയത്തും എൻ്റെ ഈ പ്രത്യേക മർത്തമ്മ കോളേജ് എൻട്രൻസ് എൻ്റെ ജീവിതത്തിൽ വേറൊരുപാട് ഘടകങ്ങളിലേക്ക് തിരിഞ്ഞു പോയി എന്നുള്ളതാണ്. അവിടെയും എന്നെ പിന്തുണച്ചത് ഈ കലയാണ്. മത്സരങ്ങൾ, പ്രസംഗ മത്സരം, ഇതൊക്കെ ഇങ്ങനെ തുടരുന്ന കൂട്ടത്തിൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സമുദ്രത്തിലേക്ക് ഞാൻ എടുത്ത് ചാടി. അപ്പോൾ എക്കണോമിക്സ് തിയറികൾ മറ്റത് മറിച്ചത് ഇതുമായിട്ട് എനിക്ക് യാതൊരുവിധ താല്പര്യമില്ലാത്തൊരു സംഭവമാണ് ഈ ധനതത്വശാസ്ത്രം. അപ്പോൾ ഒരു ധനതത്വശാസ്ത്രത്തിൻ്റെ പ്രൊഫസർ വന്ന് എന്നെ ശരിക്കും നോട്ട് ചെയ്ത് പറഞ്ഞു, MDRന് ഇത് പറ്റിയതല്ലല്ലോ, നിങ്ങൾ മലയാളം ആണ് നിങ്ങൾക്ക് നല്ലത്, അതുകൊണ്ട് ഈ ധനതത്വശാസ്ത്രം വേണ്ട, വേറെ എന്തെങ്കിലും ഐച്ഛികമായിട്ട് എടുത്താൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഇത് എനിക്ക് താല്പര്യമുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് അതിലിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. എന്നെ അതിന് പ്രേരിപ്പിച്ച ഒരു അധ്യാപകൻ മരിച്ചു. തുമ്പമൺ തോമസ് എന്ന് പറയുന്ന അധ്യാപകനായിരുന്നു. അതേ അങ്ങനെ ഇപ്പം നിർബന്ധമൊക്കെ ചെലുത്തിയെങ്കിലും ഞാനത് വഴങ്ങിയില്ല. അതിലും എനിക്ക് ഫസ്റ്റ് ക്ലാസ്സുകൾ കിട്ടുകയാണ്. അതൊരു അത്ഭുതമാണ്. എനിക്ക് എത്രയൊക്കെ ഉഴപ്പിയാലും എനിക്ക് കഷ്ടകാലത്തിന് ഫസ്റ്റ് ക്ലാസ് കിട്ടുന്നതുകൊണ്ട് മുന്നോട്ടുള്ള യാത്ര എളുപ്പമായിട്ട് വരുന്നുണ്ട്. മർത്തമ്മ കോളേജിൽ വെച്ചുള്ള ഏറ്റവും വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ അച്ഛൻ വളരെ റെയറായിട്ട് ഈ വീട്ടിൽ വരാറുള്ളൂ, രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉള്ളതുകൊണ്ട്. ഒരു ദിവസം അച്ഛൻ വരുന്നു. അച്ഛൻ വന്നിട്ട് ഒരു പ്രത്യേക പരിപാടിക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നു മർത്തമ്മ കോളേജ്. എൻ്റെ കോളേജിൽ ഞാൻ പോലും അറിഞ്ഞില്ല. ആ കോളേജിൽ വെള്ള ഷർട്ടും വെള്ള പാൻസും ഒക്കെ ഇട്ട് വെള്ള ചെരുപ്പും ഒക്കെ ഇട്ട് ഒരു മനുഷ്യൻ പാടാൻ വരുന്നു. അദ്ദേഹത്തിൻ്റെ ഗാനമേളയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഗാനമേളയ്ക്ക് ഞാൻ പോകുന്നു. അദ്ദേഹമാണ് KJ യേശുദാസ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഗാനമേള എന്നൊരു വല്ലാത്തൊരു സംഭവമാണ്. സൺഷൈൻ ഈസ് എ ഗ്ലോറിയസ് ബർത്ത് എന്നൊക്കെ പറയുന്ന പോലെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഗാനമേളയുണ്ടെങ്കിൽ അവിടെ ആപാലവൃത്തം ജനങ്ങളുണ്ടാവും. അങ്ങനെ കോളേജിൽ പോയി ഇദ്ദേഹത്തിൻ്റെ ഗാനമേള നടക്കുന്നു. അച്ഛൻ മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തെ കാണാനെന്ന് വെച്ചാൽ പോയില്ല. അപ്പോൾ പാട്ട് അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് അദ്ദേഹം പാടുന്നത്. അന്ന് ഒരു പക്ഷേ കേരളം മുഴുവൻ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. ഇപ്പോഴും പാടുന്നുണ്ടാവും. അത് ഞാൻ പാടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ല. വീണ്ടും പാടുന്നു. ഇടയ കന്യകേ പോവുക നീ ഈ അനന്തമാം ജീവിത വീഥിയിൽ ഇടറാതെ കാലിടറാതെ, ഇടയ കന്യകെ പോവുക നീ. എൻ്റെ അടുത്ത് അച്ഛനിരുമുണ്ട്. അച്ഛൻ ഇങ്ങനെ അത് എൻജോയ് ചെയ്യണം ആ പാട്ട്. കണ്ണുകളാലുൾ കണ്ണുകളാലേ അന്വേഷിക്കൂ നീളേ, കണ്ടെത്തും നീ മനുഷ്യപുത്രനെ ഇന്നല്ലെങ്കിൽ നാളെ, കണ്ടെത്തും നീ മനുഷ്യപുത്രനെ ഇന്നല്ലെങ്കിൽ നാളെ, ഇടയ കന്യകെ പോവുക നീ ഈ അനന്തമാം. ഈ സമയത്ത് ദാസേട്ടൻ്റെ പാട്ട് കേട്ട് ഇരിക്കുന്നവരൊക്കെ പെൺകുട്ടികളുണ്ട്, കൊളയാണല്ലോ, ആൺകുട്ടികളുണ്ട്. ഇവർക്കൊക്കെ പെൺകുട്ടികളുടെ മനസ്സിൽ അഗാധമായ അനുരാഗം. സത്യം തുറന്നു പറയുകയാണ് ഞാൻ. എല്ലാവരും അങ്ങനെ യേശുദാസിനെ ആരാധിക്കുക, പ്രേമിക്കുക. ഏറ്റവും കഷ്ടം പ്രായപരിധിയില്ലാത്ത പ്രേമം നടന്നുകൊണ്ടിരിക്കുകയാണ് ആരാധകരുടെ ഇടയിൽ.
കണ്ണുകളൊക്കെ വിടർത്തി. അച്ഛനാണെങ്കിൽ താളം അടിച്ച് ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. പാട്ടൊക്കെ പാടുന്നു. ഒരു പ്രൊഫഷണൽ ഗായകനെ പോലെ പുള്ളി പാട്ടൊക്കെ നിർത്തി ഇറങ്ങി വരുമ്പോൾ ഞാൻ ഓടിച്ചിരുന്നു. ഞാൻ ഏറ്റവും നല്ല സീൻ, ഈ അടുത്ത ദിവസം ഞാൻ ദാസേട്ടനുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അദ്ദേഹം അത് റെഫർ ചെയ്തപ്പോൾ ഞാനിങ്ങനെ ചെന്നു, അദ്ദേഹത്തെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ അപ്പോൾ പുള്ളി പെട്ടെന്ന് മനസ്സിലായില്ല ഇന്നയാൾ. ഓഹോ, എവിടെയാണെന്ന് പറഞ്ഞ് പുള്ളി നോക്കുന്നു. അപ്പോഴത്തേക്ക് അച്ഛനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു അവിടുന്ന്. എന്നിട്ട് ഞാൻ അച്ഛനെ തേടിയപ്പോൾ അച്ഛൻ പാട്ട് കഴിഞ്ഞ് അദ്ദേഹത്തെ കാണാൻ നിൽക്കാതെ പോവുകയാണ്. വിഷമം കൊണ്ടല്ല, നേരത്തെ പോവുകയാണ്. അങ്ങനെ കണ്ടില്ലെങ്കിലും പുള്ളി എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛനും MDR ഒക്കെ ഒരു തലമുറയുടെ ഹരമായിരുന്നു. പുള്ളി പറഞ്ഞതാണ്. അത് നമുക്കാർക്കും അറിയില്ല. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മൈക്കും മറ്റ് യാതൊരു ആധുനിക സൗകര്യങ്ങളും ഇല്ലാതെ ഒരു മനുഷ്യൻ നിന്ന് സ്റ്റേജിൽ നിന്ന് പാടി അഭിനയിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കും. ആ ശബ്ദം ആ സദസ്യരുടെ അങ്ങേ അറ്റത്തിരിക്കുന്ന ആൾക്ക് പോലും കേൾക്കാവുന്ന രീതിയിൽ അത്രമാത്രം ഗംഭീരമായ കർണാടക സംഗീത വിദഗ്ധനായിരുന്നു യേശുദാസിൻ്റെ അച്ഛൻ അഗസ്റ്റിൻ ജോസഫ്. ഈ അഗസ്റ്റിൻ ജോസഫ് എന്ന് പറയുന്ന മനുഷ്യനും അച്ഛനും ഒരു തലമുറയുടെ ഹരമായിരുന്നു. അദ്ദേഹം പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഗാനമേള MGM ജീവിതത്തിൽ, MGM അല്ല, ഈ മർത്തോമാ കോളേജ് ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷനാണ് ആ ഗാനമേളയും അച്ഛനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ റെഫറൻസും. അങ്ങനെ അവിടുത്തെ വിദ്യാഭ്യാസം കഴിയുന്നു. എനിക്ക് പഴയ നിർഭാഗ്യം ഉണ്ടാകുന്നു. ഫസ്റ്റ് ക്ലാസ് ഇത് കിട്ടുകയാണല്ലോ. ഉടനെ ഞാൻ പോകുന്നത് എങ്ങോട്ടാണ്? ആ സമയത്ത് ശാസ്താംകോട്ട കോളേജ്, അങ്ങോട്ട് ആ ശാസ്താംകോട്ട ഏരിയയിലേക്ക് അച്ഛൻ ചവറ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു. ശാസ്താംകോട്ട കോളേജ് അവിടെ അടുത്തുണ്ട്. VP നായരുടെയൊക്കെ പഴയ MP അച്ഛൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ആ ശാസ്താംകോട്ടയിലുള്ള ദേവസ്വം ബോർഡ് കോളേജിൽ ഞാൻ പോയി വിദ്യാഭ്യാസം തുടരുന്നു. അപ്പോൾ ദേവസ്വം ബോർഡ് കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ ഏറ്റവും അത്ഭുതമുള്ളത് നമ്മുടെ മലയാള നാടക പ്രസ്ഥാനത്തിൻ്റെ ഒരു പുതിയ പരിവേഷമായി മാറിയ പ്രൊഫസർ G. ശങ്കരപ്പിള്ളയാണ് എൻ്റെ അധ്യാപകൻ. മലയാളം ക്ലാസ്സിൽ പുള്ളി വരും. അദ്ദേഹം വന്ന് പഠിപ്പിക്കും. അദ്ദേഹം പഠിപ്പിക്കുന്നത് മുഴുവൻ സിലബസിലുള്ളതല്ല. ഡോറ ഒരു വലിയ വാതിലടച്ചു, ഒരു കഥാപാത്രമാണ് ഈ ഡോറ ഒരു വലിയ വാതിൽ കൊട്ടിയടച്ചു എന്നൊക്കെയുള്ള ഇബ്സൻ്റെയൊക്കെ നാടകങ്ങളിലെ ആ സംഭവങ്ങളാണ് അദ്ദേഹം പഠിപ്പിക്കുക. ആധുനിക നാടകത്തിനെക്കുറിച്ചും നാടക കളരിയെക്കുറിച്ചുമൊക്കെ പുള്ളി ഇങ്ങനെ വാചാലമായി സംസാരിക്കുമ്പോൾ ഞങ്ങൾ വിദ്യാർത്ഥികളൊക്കെ അതിരുന്ന് കേൾക്കും. BA ക്ലാസ് അല്ലേ. കേൾക്കാത്ത വിദ്യാർത്ഥികൾ ചില ആൾക്കാരുണ്ട്. അതിലൊരാളാണ് മുരളി എന്ന് പറയും. ഈ മുരളി ശാസ്താംകോട്ട കോളേജിലെ ക്ലാസ്സിൽ അങ്ങനെ കയറാറില്ല. മറ്റേ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയിട്ട് പുള്ളി നീങ്ങുകയുള്ളൂ. മുദ്രാവാക്യമൊക്കെ വിളിച്ചു നല്ല മിടുക്കനായ ഒരാൾ. അവിടെ ഒരു കശുമാവിൻ തോട്ടമൊക്കെ ഉണ്ട് ഈ സ്കൂളിൻ്റെ അടുത്ത്, തടാകമൊക്കെ ഉണ്ട്. അവിടെയൊക്കെയാണ് പുള്ളി വ്യാപരിക്കുക. ക്ലാസ്സിൽ കയറാത്ത ആ മനുഷ്യൻ ഒരു വലിയ കലാകാരനായിരുന്നു. അയാളാണ് പിൽക്കാലത്ത് മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമാ നടനൊക്കെ ആയി ഭരത് അവാർഡൊക്കെ മേടിച്ച ഭരത് മുരളി. അപ്പോൾ ഇവൻ ക്ലാസ്സിൽ കയറുകയില്ല. ക്ലാസ്സിൽ കയറാതെ മാവിൻ്റെയൊക്കെ ചോട്ട് ചെയ്ത് ഞങ്ങൾ അവിടെ വെച്ച് സംസാരിക്കും. അപ്പോൾ എൻ്റെ കൂടെ തന്നെ പഠിച്ച വേറെ കുറേ ആൾക്കാരിൽ വേറൊരുത്തൻ എന്നല്ല പറയേണ്ട ഒരാൾ, അദ്ദേഹം ബാലചന്ദ്രൻ എന്ന് പറയും, P. ബാലചന്ദ്രൻ. ഇയാൾക്ക് അത്യാവശ്യം എഴുതാനൊക്കെയുള്ള ടേസ്റ്റ് ഉണ്ട്, അഭിനയിക്കാനുള്ള ടേസ്റ്റ് ഉണ്ട്, നല്ലൊരു മുഖവുമുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ ബാലചന്ദ്രൻ ഒരു പക്ഷേ ഒരു സിനിമയിലൊക്കെ നടനായിട്ട് വരാൻ പറ്റും. പക്ഷേ ഫുട്ബോൾ കളിച്ച് പെലെയാവാൻ ശ്രമിച്ച ഞാൻ പരാജയപ്പെട്ട പോലെ ഇവൻ്റെ ഒരു വലിയ ഹാൻഡിക്യാപ്പാണ്, ഉയരമില്ല. മമ്മൂട്ടിയുടെയൊക്കെ അരയൊറ്റോളമേ ഇത് വരുള്ളൂ, ഇപ്പോഴത്തെ മമ്മൂട്ടിയുടെ. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഇവൻ ഒരിക്കലും അതാവാൻ പറ്റില്ല. പക്ഷേ ഇവൻ എന്നോട് എപ്പോഴും പറയും, നമുക്ക് സിനിമയിൽ കയറണം. ഞാൻ പറഞ്ഞ സിനിമ കാണാനാണോ അതോ അഭിനയിക്കാനാണോ? അഭിനയിക്കാൻ നിന്നെ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, തമാശയാണ്, നിങ്ങൾ ചിരിക്കണം, നമ്മുടെ ക്ലാസ്സിലേക്കൊരു പുതിയ സ്റ്റുഡൻറ്റ് വന്ന് കയറുന്നു. അവൻ്റെ പേരും ബാലചന്ദ്രൻ. ഇവൻ പറക്കോട്ട്, നമ്മുടെ അടൂകാരൻ്റെ ഒക്കെ നാടുണ്ടല്ലോ, അടൂർ. അപ്പോൾ പറക്കോട്ടെ ഒരു ഉണ്ണിത്താനാണ് ഇവൻ അവിടെ വന്നു, ഞങ്ങളുടെ ക്ലാസ്മേറ്റായി. ഇവന് നല്ല ഹൈറ്റാണ്.
അപ്പോൾ ബാലേന്ദ്രൻ നിൽക്കുമ്പോൾ ഇവൻ അങ്ങോട്ട് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബാലേന്ദ്രൻ്റെ ഈ വിഷമം കൂട്ടാൻ വേണ്ടിയിട്ട് കൊള്ളാവുന്ന ബാലേന്ദ്രൻ വന്നല്ലോ എന്ന് പറയും. അവസാനം കോളേജിൽ കൂടി അവൻ്റെ പേര് കൊള്ളാവുന്ന ബാലേന്ദ്രൻ. അപ്പോൾ ഈ രണ്ട് ബാലേന്ദ്രൻ നടന്നു പോകുമ്പോൾ ബാലേന്ദ്രനെ വിളിക്കുമെന്ന് പറയുമ്പോൾ പുറകിലുള്ള സ്റ്റുഡൻസ് കൊള്ളാവുന്നവനെയാണോ മറ്റവനെയാണോ എന്ന്. അപ്പോൾ ഈ ബാലേന്ദ്രന് നിരാശ കൂടുന്നു. അങ്ങനെ നാടകക്കളരിയിൽ ഇനി വലിയ രസമുള്ള കഥകളാണ്. നാടകക്കളരിയിൽ പോയിട്ട് സാക്ഷാൽ ജി ശങ്കരപിള്ള എന്ന പ്രൊഫസറുടെ, അദ്ദേഹമാണ് അവിവാഹിതനാണ്, നാടകത്തെ വിവാഹം കഴിച്ചിരിക്കുകയാണ്. ഒരു ലോഡ്ജ് എടുത്ത് അങ്ങ് താമസമാണ്, പ്രൊഫസറാണെങ്കിലും അവിടെ കൂടുക, നാടക പുസ്തകങ്ങൾ, നാടകക്കളരി, ഇത് എൻ്റെ ജീവിതം. തടാകത്തിൻ്റെ തീരത്തുള്ള വീട്ടിൽ ഒരുപാട് പേര് വരും. ആരൊക്കെയാണ് വരുന്നത്? വേണു, നെടുമുടി വേണു, നരേന്ദ്രപ്രസാദ്, ഇങ്ങനെയുള്ള അന്നത്തെ നാടകക്കളരിയിലെ ആൾക്കാർ വരികയാണ്. വേണുകുട്ടൻ നായർ, ഇവരൊക്കെ സ്ഥിരമായിട്ട് വരുന്നു. അവിടെ നാടക CN ശ്രീകണ്ഠൻ നായർ, ഇവരൊക്കെ വന്ന് നാടകം അഭിനയിക്കുക അവിടെ. അപ്പം ഞങ്ങൾ സ്റ്റുഡൻസൊക്കെ അവിടെ പോയിരിക്കുന്നു. എനിക്കാണെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണ്. മൈമിങ് എന്നൊക്കെ പറഞ്ഞ് ചില പരിപാടികളെ പഠിപ്പിച്ചു തുടങ്ങി പുള്ളി ക്ലാസ്സിലൊക്കെ വെച്ച് തന്നെ. അതായത് തീപ്പെട്ടി ഉണ്ടാക്കുക, തീപ്പെട്ടി കൊണ്ട് നമ്മൾ തീപ്പെട്ടി ഒഴിച്ച് തീ കത്തിക്കണം, തീപ്പെട്ടി ഇല്ലാതെ. എന്നെയും ബാലേന്ദ്രനെയും വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ശബ്ദമാണ്. രാജേന്ദ്രൻ വരൂ, തീപ്പെട്ടി തീപ്പെട്ടി ഒരച്ചുള്ള അത് കാണിക്കണമെന്നാണ് പറയുന്നത്. ഞാൻ കുറേ നേരം നോക്കിയിട്ട് ശരിയാവുന്നില്ല. ഈ കൊള്ളാവുന്നവനല്ലാത്ത ബാലേന്ദ്രൻ നാടകത്തിൽ വലിയ ഭ്രമമാണെന്ന് പറഞ്ഞില്ലേ, ഇവൻ എന്ത് ചെയ്തു? വന്ന ഉടനെ തന്നെ കറക്റ്റ് തീപ്പെട്ടി ഇല്ലാതെ തന്നെ അവൻ എന്തില്ലാതെയും പ്രവർത്തിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് 1 മിനിറ്റ് കൊണ്ട് അവൻ കത്തിക്കുന്നു. ബാലേന്ദ്രൻ വെൽ ഡൺ, ഈ രാജേന്ദ്രൻ എന്താ ഉഴപ്പനാണ് കത്തിക്കൂ. ഇങ്ങനെ ഞങ്ങളെ ഈ നാടകക്കടയിൽ പ്രവേശിപ്പിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പോയി പറഞ്ഞു, അച്ഛാ ഇങ്ങനെ നാടകക്കളരി പ്രശ്നമുണ്ട്, അത് എന്നെ കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനാണെങ്കിൽ അറിയാമല്ലോ, അന്നത്തെ ഇടതുപക്ഷ പുരോഗമന നാടക ശക്തികൾ, തോപ്പിൽ ഭാസിയുടെ നാടകം, അങ്ങനെയുള്ള ഈ പെട്ടി നാടകം എന്നാണ് ശങ്കരപിള്ള സാർ വിളിക്കുന്നത്. ഈ പെട്ടി നാടകമാണ് നടത്തി, ഒരു കർട്ടൻ, തറ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ്. ഇത് കർട്ടനും വേണ്ട, തറയും വേണ്ട, ആൾക്കാരും വേണ്ട, തീപ്പെട്ടിയും വേണ്ട, ആരും ഇല്ലാതുള്ള നാടകമാണ് അദ്ദേഹത്തിൻ്റെ നാടകം. അത് വിദേശ നാടകത്തിൻ്റെ ഒരു രൂപമാണ്. ആ നാടകക്കളരിയുടെ രോഗം വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ശങ്കരപിള്ള സാർ ഇങ്ങനെ അത് ബീജാപാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എവിടെയും പോയിട്ട് ഇതിങ്ങനെ കാണിക്കും, തിരുവനന്തപുരത്തൊക്കെ ഓഡിയൻസിൻ്റെ മുമ്പിൽ. അങ്ങനെ ശങ്കരപിള്ള, പ്രൊഫസർ ജി ശങ്കരപിള്ള എന്നയാൾ NN പിള്ളയുടെയും തോപ്പിൽ ഭാസിയുടെയും ഒക്കെ സമാന്തരമായിട്ടൊരു നാടക രൂപം ഉണ്ടാക്കിക്കൊണ്ട് ഒരു സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇടതുപക്ഷ പുരോഗമന ശക്തികൾക്ക് എതിരാണെന്നും, ഇത് ഉദ്ദേശിക്കുന്ന മൂല്യങ്ങൾ, ചെറുകാടിൻ്റെയൊക്കെ നാടകങ്ങൾക്ക്, പരിയാനം പറ്റ ചെറുകാട്, ഇവരുടെയൊക്കെ നാടകത്തിൻ്റെ എഗൻസ്റ്റ് ആണെന്നും ഒരു തോന്നൽ സൃഷ്ടിച്ചുകൊണ്ട് ഈ ശങ്കരപിള്ളയുടെ നാടകങ്ങളെ പലരും എതിർക്കുന്ന ഒരു കാലമാണത്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, എടാ ആ നാടകവേദി ശരിയാണെങ്കിലും അതിനൊരുപാട് ദൂഷ്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ എന്നോട് പറഞ്ഞു അതിന് വലുതായിട്ട് പോകണ്ട. അങ്ങനെ ഞാൻ അതിൽ നിന്ന് പതുക്കെ പിന്മാറി. ഇത് ശങ്കരപിള്ള സാറിന് ദേഷ്യമായി. പുള്ളി പറഞ്ഞു, പലപ്പോഴും രാജേന്ദ്രനെ കാണാറില്ല, നിങ്ങളെന്താ വരാത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനൊരു സംഭവം. എന്നേക്കാൾ ഭംഗിയായിട്ട് ഈ ബാലചന്ദ്രൻ ഇത് അനുകരിക്കും ഈ ശബ്ദം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെ ഈ നാടകക്കളരി ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ അതിൽ നിന്ന് വിഭിന്നമായി മാറിയത് കൊണ്ട് ഒരു ഗുണം പറ്റി. എനിക്ക് അന്ന് ഇംഗ്ലീഷിന്, അത് ഞാൻ എൻ്റെ മേനി പറയുകയല്ല, കേരള യൂണിവേഴ്സിറ്റിയിൽ സദസ്യ തിലകൻ വേലിപ്പിള്ള എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലൊരു സ്വർണ്ണ മെഡലുണ്ട്. ഇംഗ്ലീഷിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നയാളിനുള്ള മെഡലാണത്. അത് എനിക്ക് കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ശങ്കരപിള്ള സാറ് എന്നെ ശ്ലാഘിക്കേണ്ടതാണ്, എന്നെ അനുമോദിക്കേണ്ടതാണ്. ഞാൻ സാറിനോട് പോയി ഇങ്ങനെ പറഞ്ഞു കിട്ടി എന്നുള്ള വിവരം പുള്ളി അറിഞ്ഞു നേരത്തെ തന്നെ. അപ്പോൾ ഒരു മരണം നടന്ന പോലെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു മരണ വാർത്ത കേൾക്കുന്നത് പോലെ കിട്ടിയല്ലേ എന്നുള്ളൊരു സംഭവം. കാരണം ഞാൻ ഈ നാടകക്കളരിയിൽ ഇൻവോൾവ് അല്ലല്ലോ, അത് നല്ലൊരു ഓർമ്മയാണ്. അങ്ങനെ ജി ശങ്കരപിള്ള എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേക ഏരിയയിൽ നിന്ന് ഞാൻ പോകുന്നത് എങ്ങോട്ടാണ്? സാക്ഷാൽ യൂണിവേഴ്സിറ്റി കോളേജിൽ. ഈ യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറഞ്ഞാൽ അന്ന് സകലവിധ മിടുക്കന്മാരും പഠിച്ചിറങ്ങിയ സ്ഥലമാണ്. ONV കുറുപ്പ്, ജി ദേവരാജൻ, ഇങ്ങനെയുള്ള വൻ പാർട്ടീസ്, സാക്ഷാൽ പുതുശ്ശേരി രാമചന്ദ്രൻ, ഇവരൊക്കെ അവിടെയാണ് പഠിച്ചത്. അപ്പം ഇത്രയും വലിയൊരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നത് എന്തിനാണ്? അതാണ് ഏറ്റവും വലിയ അത്ഭുതം. എൻ്റെ മനസ്സിലൊരു ദുഷ്ടചിന്ത കടന്നുകൂടി. ഇത്രയധികം മാർക്കൊക്കെ മേടിച്ച സ്ഥിതിക്ക് എന്തുകൊണ്ട് എനിക്ക്
IAS-കാരനായിക്കൂടാ. ഇതാണ് ആഗ്രഹം. IAS-കാരനാവണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? ഇപ്പോൾ അമ്പലത്തിൽ പോകണമെങ്കിൽ കുളിക്കണം എന്ന് പറയുന്ന പോലെ IAS-കാരനാവണമെങ്കിൽ, IAS പാസ്സാവണമെങ്കിൽ അന്ന് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കണം. പിന്നെ ഒരു പ്രത്യേക ലൈബ്രറി ഉണ്ട് ഇവിടെ. ആ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ വായിക്കണം. ഇതൊരു അലിഖിത നിയമമാണ്. അങ്ങനെ ഞാനവിടെ പോയി ജോയിൻ ചെയ്യുന്നു. എൻ്റെ അധ്യാപകനാണെങ്കിൽ പ്രൊഫസർ G. കുമാരപിള്ള, നമ്മുടെ നേരത്തെ പറഞ്ഞ തിരുവല്ലക്കാരൻ. അദ്ദേഹം അവിടെ പഠിപ്പിക്കുന്നു. പിന്നെ ഇന്ദുചൂടൻ, കേരളത്തിലെ പക്ഷികൾ എന്നുള്ള പുസ്തകം എഴുതിയ ഇന്ദുചൂടൻ, അദ്ദേഹം അവിടെ പഠിപ്പിക്കുന്നു. അതുപോലെ G. കുമാരപിള്ള, ഇന്ദുചൂടൻ, പിന്നെ സമുന്നത കവി വിഷ്ണുനാരായണൻ നമ്പൂരി. അദ്ദേഹം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൻ്റെയൊക്കെ ആശാനാണ്. നല്ല ആംഗ്ലേയ സാഹിത്യ പരിചയവും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ള ആ ക്ലാസ്സിൽ ഞാനിരിക്കുന്നു. ഈ ക്ലാസ്സിൽ എന്നെ കാണാൻ നിരന്തരമായിട്ട് ഒരു ചെറുപ്പക്കാരൻ വരുന്നു. അത് കേൾക്കുന്നവർക്കുള്ള സുഖത്തിനുണ്ട് ഞാൻ പറയുകയാണ്. കോളേജ് കാലമല്ലേ. അപ്പോൾ ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ്, കുറച്ച് സീറ്റ്സേ ഉള്ളവിടെ. ഞങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോൾ അന്നത്തെ ആ യൂണിവേഴ്സിറ്റി കോളേജിൽ ഞങ്ങളുടെ ക്ലാസ്സും അത് താഴത്തെ നിലയിലായതുകൊണ്ട് പുറത്തുള്ള ജനാലയിലടുത്ത് ആർക്കെങ്കിലും വന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ പഠിക്കുന്ന കുട്ടികളോട് സംസാരിക്കാൻ പറ്റും, അധ്യാപകൻ കാണാതെ. അപ്പോൾ കുമാരപിള്ള സാർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ അവിടെ വരുന്നു, എന്നിട്ട് അവിടെ നിൽക്കുന്നു, പോകുന്നു. അപ്പോൾ ഇയാൾ ദാഹാർത്ഥമായ കണ്ണുകൾ നോക്കി നല്ല സുമുഖനായ ചെറുപ്പക്കാരനാണ്. അയാൾ പക്ഷേ MA അല്ല, അയാൾ BA ആണ് പഠിക്കുന്നത്. അയാളുടെ കൂട്ടുകാരനുമുണ്ട്. അയാളിങ്ങനെ വന്ന് നിൽക്കുന്നു, പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അയാൾ വന്ന് നിൽക്കുന്നത് ചില പ്രത്യേക ലക്ഷ്യത്തോടെയാണെന്ന്. ഒരു ദിവസം കുമാരപിള്ള സാറിനോട് ചോദിച്ചു, ഇന്ന് അയാൾ വന്നില്ലേ എന്ന്. എനിക്ക് അത്ഭുതമായി. അപ്പം ഞങ്ങളെക്കാൾ കൂടുതൽ, കുട്ടികളെക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കുമാരപിള്ള സാറാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നില്ല. അയാൾ ഇനി വരില്ല. ഞാൻ ചോദിച്ചു എന്താണെന്ന്. അത് ആ കുട്ടിക്ക് പനിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിടി കിട്ടി. ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകയുണ്ട്, ആ കുട്ടിയെ കാണാനാണ് ഇദ്ദേഹം വരുന്നത്. ഇത് ഞങ്ങളെക്കാൾ മുമ്പ് അദ്ദേഹം മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, മാഷ് സാറെന്നാണ്? മാഷല്ല, സാറ്. തൃശ്ശൂർ വന്ന ശേഷമാണ് മാഷ് വരുന്നത്. അപ്പോൾ സാറെങ്ങനെ ഇത് മനസ്സിലാക്കിയെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിയുടെ ചിരിയാണ്. പുള്ളി പറയാണ്, ഇൻവിസിബിൾ നെറ്റ് എന്നുള്ളത് ഞാൻ പഠിപ്പിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പഠിപ്പിച്ച ഒരു പോർഷൻ വെച്ച് എന്നോട് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കി. ആ ആളിൻ്റെ പേര് ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിലും അത് തെറ്റില്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന എൻ്റെ സുഹൃത്തും എൻ്റെ സിനിമയിൽ എന്നെ അനശ്വരനാക്കിയ പാട്ട്, ഒരു പരിധിവരെ അഭിനയിച്ച് പാടി മനോഹരമാക്കിയ ആ പാട്ട്, അത് അഭിനയിച്ചവനാണ്. ആ പാട്ട് കൊണ്ടാണ് വാസ്തവത്തിൽ ഞാൻ കൂടുതൽ അറിയപ്പെടുന്നത്. ആ പാട്ട് അഭിനയിച്ച് അത് കൂടെ ജനങ്ങളുടെ കയ്യടി നേടിയ അതുല്യനായ നടൻ അദ്ദേഹവും. നേരത്തെ NM പിള്ളയുടെ കഥ പറഞ്ഞ പോലെ മരിച്ചുപോയി, ചോദിച്ചു നോക്കണമെന്ന് പറഞ്ഞ പോലെ അദ്ദേഹവും മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പേരാണ് വേണു നാഗവള്ളി. BA-ക്കായിരുന്നു പുള്ളി. അപ്പോൾ വേണു നാഗവള്ളി അന്നിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഇവനിങ്ങനെ ഞാൻ എഴുതിയ ഒരു പ്രേമഗാനം, അതും വിരഹഗാനം പാടേണ്ടി വരും എന്നുള്ള ഒരു സംഭവം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല, അവനും അറിയില്ല. കാരണം എന്താണ്? ഇതാണ് നിയോഗം എന്ന് പറയുന്നത്. അങ്ങനെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഇങ്ങനെ പഠിക്കുമ്പോൾ IAS പ്രാന്ത് കയറുകയും ആ പ്രാന്തിന് സഹായകമായ രീതിയിൽ ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങൾ റെഫർ ചെയ്യുകയും, ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറി, അതാണ് ആ ലൈബ്രറിയുടെ പേര്. അവിടെ നിരന്തരമായിട്ട് വന്ന് ഒരുപാട് പുസ്തകം വായിച്ച് ഭ്രാന്തെടുക്കുന്ന ഒരുപാട് നിരൂപകരുണ്ട്. M. കൃഷ്ണൻ നായരെ പോലുള്ള വലിയ വലിയ വ്യക്തികളൊക്കെ പുസ്തക പുഴുക്കളായിട്ട് അവിടെ ഇരിക്കുകയാണ്. അവിടെ ഏതെങ്കിലും ഒരു പുസ്തകം പോയി എടുത്താൽ നമുക്ക് ഇദ്ദേഹത്തിന് M. കൃഷ്ണൻ നായരെ തട്ടിക്കളഞ്ഞിട്ട് ആ പുസ്തകം കാണാൻ ഒരു പുഴുവായിട്ടാണ് തിരുപ്പുണ്ടാവും പുള്ളി. അത്ര വലിയ വായനക്കാർ. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അവരുടെ കൂട്ടത്തിലാണ് പോയിട്ട് ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ രോഗം അറിയാവുന്ന ഒരാൾ പറഞ്ഞു, രാജേന്ദ്രൻ ഒരിക്കലും IAS-ന് പോകണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഞാൻ പോയി എനിക്ക് IAS-ൻ്റെ ആ ഒരു പദവിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഏറ്റവും വലിയ കഷ്ടം, എല്ലാ പ്രസംഗ മത്സരത്തിനും എന്നെ തോൽപ്പിച്ച ഒരുത്തൻ പിന്നീട് IAS ആയി. വിധിയുടെ കളി. നമ്മുടെ ആനന്ദ് ബോസ്, ഇപ്പോഴത്തെ ബംഗാൾ ഗവർണർ ആനന്ദ് ബോസ്, അന്ന് ഞാൻ പറഞ്ഞില്ലേ പ്രസംഗ മത്സരത്തിന് ഒന്നാമനായിരുന്നു. അയാൾ പിന്നീട് IAS പാസ്സായി, കളക്ടറായി, ഗവർണർ, അങ്ങനെ പോയി. അപ്പം ഞാനിത് പഠിക്കാൻ ഇങ്ങനെ പോയിരിക്കുമ്പോൾ ഒരു ദിവസം, അതിൻ്റെ ജീവിതത്തിലെ നിർണായകമായ ദിവസമാണ്. കാഴ്ചക്കാർ മനസ്സിലാക്കണം,
ഓരോ ആൾക്കാർക്കും ഓരോ നിർണായകമായ ദിവസങ്ങളുണ്ടാകും. അവൻ്റെ ജീവിതത്തിലുള്ള ടേണിംഗ് പോയിൻ്റ് ആകും അത്. ആ ടേണിംഗ് പോയിൻ്റ് അവിടെ സംഭവിക്കുകയാണ്. അത് പറയുന്നതിന് ജസ്റ്റ് മുമ്പുള്ളൊരു സംഭവം പറയാതെ അതിലേക്ക് കടക്കാനും വയ്യ. ഞാൻ അവിടെ IAS ദാഹാർത്ഥനായി പോകുന്ന സമയത്ത് തന്നെയാണ് എനിക്ക് അത്ഭുതകരമായ ഒരു പരിണാമം ഉണ്ടാകുന്നത്. മലയാളത്തിൽ ആദ്യമായിട്ട് ഒരാൾ സിനിമയ്ക്ക് പാട്ട് എഴുതാനെന്ന് വിളിക്കുന്നു. കൊല്ലത്തുള്ള P. സ്റ്റാൻലി. ഈ P. സ്റ്റാൻലി എന്ന് പറയുന്ന ആൾ വിൻസെൻ്റ് മാസ്റ്റെയൊക്കെ അസിസ്റ്റൻ്റായിട്ട് ഒരുപാട് കാലം വരുന്നയാളാണ്. P. സ്റ്റാൻലി, ഡയറക്ടർ ഹരിഹരൻ, അതുപോലെ മോഹൻ, അവർ സെറ്റ് അസിസ്റ്റൻറ്റുകളുണ്ട് അന്ന് വിൻസെൻ്റ് മാഷ്ക്ക്. അപ്പോൾ ഈ വിൻസെൻ്റ് മാഷിൻ്റെ അസിസ്റ്റൻറ്റുകൾ ഒരാളാണ് P. സ്റ്റാൻലി. സ്റ്റാൻലി ഒരു കഥ എഴുതിയിട്ട് കാക്കനാടൻ എന്ന് പറയുന്ന വിസ്തൃതനായ സാഹിത്യകാരനെ ഏൽപ്പിച്ചു. കാക്കനാടൻ്റെ അടുത്ത ആളാണ് ആ സമയത്ത്. അപ്പോൾ കാക്കനാടനെ ഏൽപ്പിച്ചപ്പോൾ കാക്കനാടിന് ഭയങ്കര അത്ഭുതം ആ കഥ കേട്ടിട്ട്. കാക്കനാടൻ പറഞ്ഞു, ഒരു തരത്തിലും ഞാനിതിന് സ്ക്രിപ്റ്റ് എഴുതില്ല, ഇതൊരു മെലോ ഡ്രാമയാണ്. കാക്കനാടൻ അന്ന് എഴുതിക്കൊണ്ടിരുന്നത് അത്യന്താസന്യമായ കഥകളാണ്. സാർത്തിൻ്റെയും കാമുവിൻ്റെയും ഒക്കെ കഥകൾ അദ്ദേഹം എഴുതുകയാണ്. ഈ സമയത്താണ് ഇങ്ങനൊരു കഥ, പ്രേമം, പ്രേമഭംഗം, അങ്ങനെ ഒരു കഥയും കൊണ്ട് ചെന്നിരിക്കുകയാണ് സ്റ്റാൻലി. അപ്പോൾ സ്റ്റാൻലി കാലേ വീണു, ബേബിച്ചായൻ തന്നെ എഴുതണം. അപ്പോൾ ബേബിച്ചായൻ എഴുതാൻ സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടീഷൻ, ആരാ പാട്ട് എഴുതുന്നത്? അപ്പോൾ പുള്ളി പറഞ്ഞു, അത് യൂഷ്വലായിട്ട് നമ്മുടെ കുട്ടനെ വയലാർ രാമവർമ്മയെ വിളിക്കാം, ദേവരായ മാഷാണ് മ്യൂസിക്. അപ്പോൾ മാഷെപ്പോഴും എന്നാൽ ഇത്തവണ കുട്ടൻ വേണ്ട, ഇത്തവണ എൻ്റെ കഥയ്ക്ക് പറ്റി, ഈ കഥയ്ക്ക് പറ്റി ഒരുത്തനുണ്ട്, അവനെ കൊണ്ട് എഴുതിക്കണോ. മദിരാശി എന്നോട് മന്ത്രിച്ചു, പെണ്ണിനെ തുടയാക്കി മുലയാക്കി മാറ്റുന്ന ഈ സ്ഥലം എഴുതിയതാണ്. കവിതയായിട്ട് സിനിമയിൽ വരികയാണ്, അതിൻ്റെ സർക്കുലേഷൻ വർദ്ധിക്കുകയാണ്. അങ്ങനെ റെഗുലറായിട്ട് ഈ കവിത വായിക്കാൻ ഒരുത്തൻ യൂണിവേഴ്സിറ്റി കോളേജിലുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ എനിക്ക് അന്ന് മുതലേ തോന്നിയിരുന്നു, മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ. പക്ഷേ അവൻ്റെ കണ്ണുകളിൽ അടങ്ങാത്ത സിനിമാദാഹമാണ്. അന്ന് എനിക്കറിയില്ല ഇയാൾ ഒരു വലിയ തലമുറയെ മുഴുവൻ ആകർഷിച്ചിട്ട് എൻ്റെ നഗരത്തിലും മറ്റു നഗരം മലയാള സിനിമയിലും മുഴുവൻ തലയെക്കെട്ടും കെട്ടി നിൽക്കുന്ന ബാലേന്ദ്രനാവുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല. ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം.